ഹലോ, അനന്തുവാണ്. ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം ഞാനങ്ങനെ എടുത്തു പറയാൻ കാരണം ഞാനപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോയിലെല്ലാം നോക്കിയപ്പോൾ 60,000 പേരൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ട്, 30,000 പേര് കണ്ടിട്ടുണ്ട്, 40,000 പേര് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് 17,000 പേര് മാത്രമാണ് നമ്മുടെ സബ്സ്ക്രൈബർ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ആ ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമുക്ക് ഈ 60,000 പേര് നമ്മുടെ വീഡിയോ കാണുന്നത്. അതിൽ ഒത്തിരി പേര് വിളിക്കാറുണ്ട്, പിന്നെ ലൈക്ക് ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്, കമൻറ്റുകളെല്ലാം ഇടാറുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരോടും ഉള്ള എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഒരു അപേക്ഷയായിട്ട് തന്നെ നിങ്ങൾ കരുതണം. കാണുന്ന ഈ എല്ലാവരും മറക്കാതെ നിങ്ങൾ ആദ്യം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് ഈ ഒരു കൂട്ടായ്മ വലിയൊരു ശക്തി പോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ഒരു കൂട്ടായ്മ നിങ്ങളുടെ തരുന്ന സപ്പോർട്ടുകളാണ്. അപ്പം അത് നിങ്ങൾ മറക്കാതെ ചെയ്യണം. അപ്പം നമുക്കിനി സമയമൊന്നും കളയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്കും കാര്യങ്ങളിലേക്കും പോകാം. ഓക്കെ, നമ്മുടെ മെയിൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ സബ് സെറ്റ് ചെയ്ത് സ്പീക്കർ പിടിപ്പിക്കുന്നതും കഫോൾഡ് സെറ്റ് ചെയ്യുന്നതും ഒക്കെ ഉണ്ട് തലേദിവസം. അതെല്ലാം ഒന്ന് കാണുക. അപ്പം മച്ചന്മാരെ, നമ്മളപ്പം ഇത് നമ്മുടെ ബോക്സിലോട്ട് ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ സ്പീക്കർ, അതിൻ്റെ വയറ്, സോൾഡറിങ്, അങ്ങനെ അതിൻ്റെ സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാബിൻ. നിങ്ങളോട് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, JBLൻ്റെ XRS മോഡലാണ്. ഇനി അതടിച്ച് നമുക്കത് പിടിപ്പിക്കണം. ഓക്കെ, ഇത് നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ ഇവിടുത്തെ 2 നമ്പറിംഗ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. 4 ടെർമിനലും 2 നമ്പറിങ്ങും. അതായത് +1, -1, +2, -2. നമ്മൾ എടുക്കുന്നത് +1ഉം -1ഉം, രണ്ടിൻ്റെയും +1ഉം -1ഉം ആണ്. അപ്പം ഈ കാണിക്കുന്ന ഇവിടുന്ന് +1 നമ്മളൊരു വയറിട്ട് ഇപ്പുറത്തെ പാരലായിട്ട് +1ലേക്ക് കൊടുക്കും. ഇവിടുന്ന് -1 ഒരെണ്ണം പാരലായിട്ട് എടുത്ത് -1ലേക്ക് കൊടുക്കും ഇതിൻ്റെ. അപ്പം ഇതിന്ന് ഒരു ഔട്ടാണ് നമ്മൾ സ്പീക്കറിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്പീക്കറിനെ ഇവത്തെ കൊടുത്താലും വർക്ക് ചെയ്യും. പാരൽ കണക്ഷനാണ്.
അങ്ങനെ നമ്മളത് ഫൈനലി അത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഒരു നല്ലൊരു ഡിസൈനിലൊക്കെയാണ് അവർ സ്പീക്കറൊക്കെ ചെയ്തിരിക്കുന്നത്. ഒരു യെല്ലോ കളറൊക്കെ കൊടുത്ത് ബോൾട്ട് വരുന്നത് നമുക്ക് അലങ്കിയാണ് കേട്ടോ. ബോൾട്ട് വരുന്നത് നമുക്ക് അലങ്കിയാണ് കണ്ടോ, അലങ്കി ബോൾട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഒരെണ്ണം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതുപോലെ നമുക്ക് ഇതും കൂടി പിടിപ്പിക്കണം. എന്താ പറയുക, മഴയായിരുന്നേ, പുറത്ത് ഇതേ കാണിച്ചു തരാം. ഇത് കണ്ടോ, മഴക്കോള്, പെട്ടെന്നൊരു കാറ്റും മഴ കണ്ടോ, കണ്ടോ മഴ, പെട്ടെന്നൊരു മഴയുടെ ഇത്, നല്ല കാറ്റ് അക്കരയിലൂടെ ഉണ്ടോ. ഇത് 6 അപ്പോൾ അത് കാരണം ഞങ്ങൾ സാധനം എല്ലാം പെട്ടെന്ന് അകത്ത് കയറ്റി. എന്താ നല്ല മഴക്കോളാണ്ടോ, അല്ലെങ്കിൽ വേണ്ട അതെ. കാശിയൊക്കെ ഇന്ന് പരീക്ഷ എല്ലാം കഴിഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ട്, അമ്പാടി അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് സാധനം എല്ലാം അകത്ത് കയറ്റി. ഇനിയും ഒരെണ്ണം കൂടെ ഉണ്ട്, നമുക്കത് അകത്ത് വെച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗായ്സ് നമ്മൾ കഫോൾഡൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇടുന്ന വീഡിയോ ഇപ്പോഴാണ് എടുക്കുന്നത്, കാരണം വേറെ ഒന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ കഫോൾഡ് ഇട്ട് മൂവ് സെറ്റ് ഇട്ടുണ്ട്. അപ്പോൾ നാളെ ഞായറാഴ്ച സബ്സ്ക്രൈബർ നമ്മുടെ സബ്ബും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ലൈനറി ഒന്ന് അവർക്ക് ഡെമോ കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരു കഫോൾഡ് ഇട്ട് തന്നെ കേൾപ്പിക്കാനാണ്. അപ്പം കാഴ്ചയൊക്കെ വന്ന് വലിഞ്ഞ് കയറുന്നുണ്ട്. അപ്പം ഇനിയും ഇതിൻ്റെ മേളിൽ ആ ഒരു ക്രോസ് വരും. നമ്മൾ ചെയിൻ ബ്ലോക്ക് കൂടി ഇട്ട് ഇന്നത്തെ പരിപാടി നടത്തും. എന്നിട്ട് നാളെ നമ്മൾ ലൈനറി ഇടുന്നുള്ളൂ, കാരണം മഴയൊക്കെ ആയതുകൊണ്ട് പണിയാണ്. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ മേളിൽ നമ്മുടെ ചെയിൻ ബ്ലോക്ക് ഹാങ് ചെയ്യാനുള്ള ഒരു ബെൽറ്റ് നമ്മൾ റോപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെയിൻ ബ്ലോക്ക് കയറ്റണം. ചെയിൻ ബ്ലോക്ക് കയറ്റുന്ന റോപ്പ് ഇട്ടിട്ട് വലിച്ച് വേണം കയറ്റാൻ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൈ നിൽക്കത്തില്ല. അപ്പം നമുക്കിനി അത് നേരെ കയറ്റാം. കാണാൻ പറ്റും വേണം. ലോക്ക് വേണോ നോക്കിക്കേ.
അപ്പോൾ ഗായ്സ് നമ്മൾ വേണ്ട ചെയിൻ ബ്ലോക്ക് ഹാങ് ചെയ്തിട്ടുണ്ട് മേളിൽ. നമ്മുടെ ഇരിക്കുന്ന 3 മീറ്ററിൻ്റെ ചെയിൻ ബ്ലോക്കാണ് കേട്ടോ. നമ്മുടെ ബാക്കി എല്ലാവരുടെയും മിക്ക സ്ഥലത്തും ഇരിക്കുന്നത് 10 മീറ്റർ, അതായത് നമ്മുടെ താഴോട്ടുള്ള ഈ പോർഷൻ വരുന്നത് ഈ പോർഷൻ വരുന്നത് 10 മീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതലും നമുക്ക് ഹാങ് ചെയ്യുന്ന സൗണ്ട് സിസ്റ്റത്തിന് നമ്മൾ വർക്ക് വരാറില്ല. നമ്മൾ ഇൻഡോർ പർപ്പസ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ലൈനറി അങ്ങനെ ഹാങ് ചെയ്യേണ്ടി അപൂർവമായിട്ടേ വരാറുള്ളൂ. നമുക്ക് എപ്പോഴും ലൈറ്റിൻ്റെ കഫോൾഡാണ് എപ്പോഴും തൂക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഒരു വർക്കിൻ്റെ ബേസിൽ നമുക്ക് ഈ 3 മീറ്റർ കൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പം ബാക്കി ഒട്ടുമിക്ക ആൾക്കാർ ഇരിക്കുന്ന 10 മീറ്ററാണ്. പിന്നെ വിലയുടെ വ്യത്യാസമുണ്ട്. 3 മീറ്ററും 10 മീറ്ററുമായിട്ട് നല്ല വില വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് കൂടുതൽ കിട്ടുന്നതിൻ്റെ ഒരു ബേസിലാണ് നമ്മൾ ഈ ഇതെടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ വിലക്കുറവുണ്ട്, അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ലൈനറി ഇടേണ്ട ആരോ ഫ്രെയിം ഇത് നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചല്ല കേട്ടോ. ഇത് നമ്മൾ തന്നെ നമ്മുടെ ഒരു ചേട്ടച്ചാരുമാക്കിയായിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഭംഗിക്കുറവൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ കാര്യങ്ങൾ നടക്കും. കമ്പനിയിൽ നിന്ന് നമ്മൾ മേടിച്ചിട്ടില്ല ആരോ ഫ്രെയിം, നമ്മൾ തന്നെ റെഡിയാക്കിയാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ഹാങ് ചെയ്ത് റെഡിയാക്കി ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തും. ബാക്കി നാളെ ആയിരിക്കും നമ്മൾ ലൈനറി ഹാങ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് ഞാൻ ആദ്യം തന്നെ ഒരു ആമുഖം എന്ന രീതിയിൽ പറഞ്ഞേക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് കൊല്ലത്തു നിന്നുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബറുണ്ട്, സുരേഷ് ചേട്ടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് പരിചയപ്പെട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് തുടക്കക്കാരനാണ്. അപ്പോൾ പുള്ളിക്കൊരു 2 സിംഗിൾ സബ്, പിന്നെ അതിൻ്റെ ഒരു ആംപ്ലിഫയർ, ഒരു മിക്സർ, ഇത്രയും സാധനം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് പുള്ളിക്ക് പറ്റുന്ന രീതിയിൽ, അതായത് വലിയൊരു ഭാരിച്ച എമൗണ്ട് അല്ല, പുള്ളിയെ കൊണ്ട് പറ്റാവുന്ന, പുള്ളിയോടും കൂടി ചോദിച്ചിട്ട് ആ ചേട്ടനും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റേറ്റിന് നമ്മളെല്ലാം മാനുഫാക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ വരുമ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഡ്യുവൽ സബിൻ്റെ ലൈനറിയുടെ മേയർ സൗണ്ടിൻ്റെ ലൈനറി ടോപ്പ്, JBL XRS ഡ്യുവൽ സബ്, ഇതിൻ്റെ എല്ലാം കൂടി ഒന്ന് പുള്ളിക്കൊരു ഡെമോ പോലെ ഒന്ന് കാണിച്ച് ഒന്ന് തരാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പം ഒരു ആഗ്രഹമല്ലേ, അപ്പം നമ്മളൊക്കെ ഒരുപാട് ഇങ്ങനെ ആഗ്രഹത്തിലൂടെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനു വേണ്ടി നമ്മുടെ ലൈനറി നമ്മൾ ഹാങ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരാം. ഇതേണ്ട ഇവിടാണ് കണ്ടോ, നമ്മൾ ഹാങ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ നമ്മൾ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെ, ഇത് അനിയനുണ്ട്, പിന്നെ അമ്പാടി താണ്ട അതിൻ്റെ കണക്ഷൻ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. നമ്മുടെ സാധനങ്ങളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ JBL ഡ്യുവൽ സബ്, ലൈനറി ടോപ്പ്, പിന്നെ നമ്മളിടുന്ന ആമ്പൊക്കെ ഏതൊക്കെയാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം. പിന്നെ പുള്ളിക്കൊരു സ്റ്റാറിൻ്റെ ഒരു മിക്സറും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഈ മിക്സർ ഇതാണ്, QX3 എന്ന് പറയുന്ന എൻലാബ്സിൻ്റെ ആമ്പാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കേബിളും എല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആമ്പ് ഇപ്പോൾ വെക്കുന്നില്ല, സിംഗിൾ സബും നമ്മളിപ്പോൾ വെക്കുന്നില്ല, അത് സുരേഷണം വന്നിട്ടേ വെക്കുന്നുള്ളൂ. നമ്മുടെ ഒന്ന് ചെക്ക് ചെയ്ത് നമ്മളിപ്പോൾ നോക്കാനാണ്. അപ്പം അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് എടുത്തു പറയുന്നത്, നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാം ഒരു 60K 30K വെച്ച് നമുക്ക് വ്യൂ വരുന്നുണ്ട്. കാണുന്നവരുണ്ട്, കമൻ്റ് ഇടുന്നവരുണ്ട്, ഷെയർ ചെയ്യുന്നവരുണ്ട്, ലൈക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഈ 60K ആൾക്കാർ കാണുമ്പോഴും നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് നമുക്കൊരു 17Kക്ക് അടുത്താണ്. അപ്പം നിങ്ങളോട് റിക്വസ്റ്റാണ്, അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. കാരണം നമ്മൾ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊന്ന് വീഡിയോ അതായത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതും കൂടി ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കൊരു പൂർണ്ണമായിട്ട് സപ്പോർട്ട് കിട്ടുന്നത്. അപ്പം അതെല്ലാവരും ഓർക്കുക. ഓക്കെ. അപ്പോൾ ഗായ്സ്, രാവിലെ നമ്മൾ ഇന്നലത്തെ ബാക്കി പരിപാടി, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പം ലൈനറി ഒന്ന് ഹാങ് ചെയ്ത് നമ്മളൊന്ന് കേൾപ്പിച്ച് കൊടുക്കാനാണ് വരുന്നത് നമ്മുടെ സബ്സ്ക്രൈബറിന്. അപ്പോൾ അവരെത്തിയിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ പരിപാടിയെല്ലാം ഒന്ന് തീർത്ത് വെക്കുവാണ്. അപ്പോൾ നമുക്ക് നേരെ ഹാങ് ചെയ്യുന്ന പരിപാടിയിലേക്ക് പോകാം. ഇടയ്ക്ക് പയ്യിട്ട് ഫ്രണ്ട്
ആ സുട്ടുമണിയുടെ കാര്യം എങ്ങോട്ടാ ഇത് ഇങ്ങനല്ലേ വെച്ചാ കേറിക്കോ വേണ്ട ഇങ്ങനെ തന്നെ നടന്നാ മതി രണ്ടാമത്തേരാണോ ആട്ടെ ആട്ടെ മതി 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 എന്റെ കേബിൾ കൂടെ എടുത്തോടാ കേബിൾ കൊടുത്തിട്ട് പോക്കാം ഫസ്റ്റത്തെ വീഡിയോക്കകത്ത് നമ്മള് കയറി ഇവിടെ വെക്കുമായിരുന്നു അല്ലേ ഇതല്ലേ ഈ എത്ത അല്ലേ നേരെ കിടക്കണോ അതോ തുള്ളി ആ റോഡിലോട്ട് വെട്ടി കിടക്കണോ ഇങ്ങനെ നടന്നാ മതി വേണ്ട അത് സെപ്പറേറ്റ് അപ്പുറത്ത് വെച്ചാൽ മതി ചെറിയ മിക്സർ വെച്ചോ ആ എടാ റാക്കും മിക്സറും അവിടെ വെക്കടാ അല്ല അവിടെ തന്നെ വെക്ക് അവിടെ തന്നെ റാക്ക് വിട്ടുന്നുണ്ട് മിക്സറും ഇവിടെ തന്നെ ഒതുക്കി വെച്ചാൽ മതി അപ്പം എന്നിട്ട് കണക്ഷൻ കൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ ഇതാണ് നമ്മുടെ ഈ സ്റ്റാർ മിക്സർ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സ്റ്റാറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞുകൊണ്ട്.
എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് കാരണം ഇതിൽ ഞാൻ റിപ്പീറ്റ് വീണ്ടും പറയുന്നില്ല. അപ്പം ഇതാണ് പുള്ളിക്ക് വേണ്ടി മേടിച്ചിരിക്കുന്ന മിക്സറാണ്. അപ്പോൾ ഇത് പിന്നെ നമ്മുടെ ആംപ്ലിഫയർ സെക്ഷനും EQ റാക്കും എല്ലാം കൂടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ഷനും കാര്യങ്ങളും കൊടുക്കുന്നു. പിന്നെ UPS ഇട്ടിരിപ്പുണ്ട്. പിന്നെ നമ്മൾ ഇതൊന്ന് ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുന്നു. അത്രയും ചെക്ക് ചെയ്ത് റെഡിയായി കഴിയുമ്പോൾ പിന്നെ പുള്ളി വന്നതിന് ശേഷമാണ് പുള്ളിയുടെ സബും എല്ലാം നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസും പുള്ളി യൂട്യൂബ് വഴിയാണ് എന്നെ പരിചയപ്പെട്ടത്. അപ്പോൾ ആ ഒരു പരിചയപ്പെട്ടതും പിന്നെ ഞാൻ പുള്ളി ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും നമ്മളുമായിട്ടുള്ള എക്സ്പീരിയൻസൊക്കെ നമുക്ക് സുരേഷേട്ടനോട് തന്നെ ചോദിക്കാം. ഓക്കെ, ചിലപ്പം നമുക്ക് ഒരു സബ്സ്ക്രൈബും കൂടി വരും ആലപ്പുഴയിൽ നിന്ന്. ശ്രീജിത്ത് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്ക് നമ്മൾ 2 ബിഗ് ഡിപ്പർ, പുള്ളിക്ക് 2 മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ ചിലപ്പം എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ എത്തുവാണെങ്കിൽ നമ്മുടെ ആ സബ്സ്ക്രൈബറെ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഫൈനലി നമ്മുടെ സുരേഷേട്ടനും കൂട്ടുകാരനും എത്തി കേട്ടോ. ഇത് നമ്മുടെ കൊല്ലത്തുനിന്ന് ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെങ്ങനെ? വിജിൻ. ഇത് നമ്മുടെ സുരേഷേട്ടന് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെ നമുക്ക് സുരേഷേട്ടനോട് ജസ്റ്റ് ചോദിക്കാം. ഓക്കെ സുരേഷേട്ടാ, അപ്പം നമ്മൾ യൂട്യൂബ് കൂടെയാണ് പരിചയപ്പെട്ടത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ വിളിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ ഉള്ളത് നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു മുന്നേ പരിചയമുള്ള ഫ്രണ്ട്സായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും ഞാൻ ചോദിക്കുന്ന പറയുന്നില്ല, നമ്മുടെ യൂട്യൂബിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നെ വിളിച്ചാൽ ഏത് സമയത്ത് ഞാൻ ഫോൺ എടുക്കും. അങ്ങനെയാണ് അല്ലേ? ഞാൻ തന്നെ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫൈനലി അപ്പം ഞങ്ങളുടെ അടുത്ത് വന്നു. അപ്പം നമുക്ക് സുരേഷേട്ടൻ്റെ സബും എല്ലാം കേൾപ്പിച്ച് ഞാൻ തരാം. പിന്നെ നമ്മുടെ ഈ കിറ്റും കേൾക്കണമെന്നല്ലേ പറഞ്ഞത്, അപ്പം അതും കേൾക്കാം. അപ്പം നേരെ നമുക്ക് അതിലേക്ക് പോകാം. അപ്പം കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് നമ്മൾ ഒരു നോർമൽ സോങ് ഇട്ടായിരിക്കും നമ്മൾ വീഡിയോയ്ക്കകത്ത് ഇടുന്നത്. നമ്മൾ സുരേഷേട്ടനെ നമ്മൾ പഞ്ചുള്ളൊരു ഇതിട്ട് കേൾപ്പിച്ച് കൊടുക്കും. അപ്പം കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ്. അപ്പം നമുക്ക് നേരെ അതിലേക്ക് പോകാം. ഓക്കെ സുരേഷേട്ടാ, റാക്കിനകത്ത് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ ഡിലേ ലെക്സിക്കുണ്ട്, 200 ഡിലേ ഉണ്ട്. ഇത് ഫീഡ്ബാക്ക് ഡിസ്ട്രോയർ ആണ്. അത് നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം മോണിറ്റർ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാകാനൊക്കെ ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. പിന്നെ താഴെ ഇരിക്കുന്ന DBXൻ്റെ ക്രോസ് ഓവർ 234 എന്ന് പറയുന്ന ക്രോസ് ഓവറാണ്. പിന്നെ ഇത് സ്പ്ലിറ്റർ, ബെർജറിൻ്റെ അട്രാ ലിങ്ക് എന്ന് പറയുന്ന സ്പ്ലിറ്ററാണ്. പിന്നെ ഈക്വലൈസർ, ഇതും ഈക്വലൈസർ. അത് ഒന്ന് ഞാൻ മോണിറ്ററിന് കൊടുക്കാനും ഒരെണ്ണം നമ്മൾ ലൈനറിക്ക് കൊടുക്കാനും DBXൻ്റെ നമ്മുടെ 360 ഡ്രൈവർ ആക്കില്ലാത്തതുകൊണ്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ഈ സ്പ്ലിറ്ററിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 3 ആംപ്ലിഫയർ ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ സബ് ടോപ്പിൻ്റെ 2 എണ്ണം. ഇപ്പോൾ അതേ കണ്ടീഷൻ സുരേഷേട്ടൻ്റെ 3 ആംപ്ലിഫയർ ഉണ്ട് ഔട്ട് കൊടുക്കാനും ഒക്കെ ആയിട്ടുള്ള. ഇപ്പോൾ ഒരു 250 നമ്മൾക്ക് കോളാമ്പി കൊടുക്കാനൊക്കെ ഔട്ട്ഡോർ ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മിക്സറിൽ നേരെ വരുന്നത് ഇതിൻ്റെ പുറയിൽ 2 LR ഇൻപുട്ട് ഉണ്ട്. ആ 2 ഇൻപുട്ട് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 ഔട്ട്പുട്ടാണ്. 6 ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഇത് നമുക്ക് ലെഫ്റ്റും റൈറ്റും പാൻ ചെയ്യാൻ പറ്റും. 2 LR ഇൻപുട്ട് കയറി 6 ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതില്ല എങ്കിൽ നമുക്കിപ്പോൾ 3 ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ 3 ആംപ്ലിഫയറിന് 2 ഇൻപുട്ട് വെച്ചാണെങ്കിൽ 6 എണ്ണം വരും. ആ 6 എണ്ണം വരെ സ്ഥാനത്ത് സാധാരണ നമ്മൾ ചെയ്യുവാണെങ്കിൽ ആ മിക്സറെ നേരെ വന്ന് ഒരു ആമ്പിൻ്റെ സൈഡിൽ ഇൻപുട്ടൊക്കെ കയറുക, അവിടുന്ന് വേറൊരു XLR ലൂപ്പ് ചെയ്താൽ ലിങ്കിൽ നിന്ന് അടുത്തോട്ടേ പോവുക. അപ്പോൾ അവിടെ ലോസ് വരാം. ആ ലോസ് വരാതിരിക്കാനും ആ മിക്സറിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന അതായത് ആ സിഗ്നൽ ലോസ് ഇല്ലാതെ പവറായിട്ട് തന്നെ ഈ 3 ആംപ്ലിഫയറെ കിട്ടാൻ വേണ്ടി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് സ്പ്ലിറ്റർ എന്ന് പറയുന്നത്. അപ്പം അവിടുന്ന് സെൻഡ് ചെയ്യുന്ന ഇത് സിഗ്നൽ ഇതും നമ്മൾ AC ഇൻപുട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു ലോസ് വരാതെ കറക്റ്റ് ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് എല്ലാ ആമ്പിനും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. കൂടാതെ ആ കൊടുക്കുന്ന ഔട്ട്പുട്ട് എല്ലാം ഒരു കൺട്രോൾ നമുക്ക് കിട്ടും. ഇപ്പം ആമ്പെല്ലാം നമ്മൾ ഫുൾ ഓളി ഇട്ടിരിക്കുകയാണ്, മിക്സറിൽ വെച്ചിരിക്കുകയാണ്, നമുക്ക് പെട്ടെന്ന് ആമ്പ് താഴെ വെച്ചിരിക്കുകയാണ്. ഒന്ന് കുറയ്ക്കണമെങ്കിൽ എല്ലാ സമയത്തും ആമ്പിൻ്റെ കൺട്രോൾ നമുക്ക് തിരിക്കേണ്ട, ഇവിടുത്തെ തിരിക്കാം. ഈ ഒന്നാമത്തേനൊരു ഇൻപുട്ടുണ്ട്, രണ്ടാമത്തെ ഇൻപുട്ടുണ്ട്, മൂന്നാമത്തേനുണ്ട്, നാലാമത്തേനുണ്ട്, അഞ്ചാമത്തേനുണ്ട്, ആറാമത്തേനുണ്ട്. അത് കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതിൽ ആദ്യത്തെ 4 എണ്ണത്തിന് XLR ഇൻപുട്ടും XLR ഔട്ട്പുട്ടും ഉണ്ട്. അതായത് ഇന്നും ഔട്ടുമായിട്ടും കൊടുക്കാം, ഇവിടെ ഇന്ന് കൊടുത്തിട്ട് കൺട്രോളായിട്ടും കൊടുക്കാം. ലാസ്റ്റിന് വരുന്നത് ഫോണോ ഔട്ടാണ്. അത് നമുക്ക് ഈ കോളാമ്പിയൊക്കെ ഔട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഔട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ അത് ഫോണോ ജാക്കിയ അത് വെച്ച് നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് സ്പ്ലിറ്റർ വെച്ച് ഉപയോഗിക്കാം. പിന്നെ ഈക്വലൈസർ നമുക്ക് മോണിറ്റർ കൊടുക്കുമ്പോൾ ഹൗളിംഗ് ടെൻഡൻസി കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഇതിൽ ഈ ഓരോ ഫ്രീക്വൻസി കുറയ്ക്കുന്നതനുസരിച്ച് നമുക്ക് അങ്ങനെ നമുക്ക് പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് പോരാൻ പറ്റും. ഇപ്പോൾ ഈ താഴത്തെ DBXൻ്റെ EQ കൊടുത്തിരിക്കുന്ന ലൈനറിക്ക് വേണ്ടിയാണ്. നമ്മൾ ഈ താത്തി ഇട്ടിരിക്കുന്ന എല്ലാം ബേസ് ഫ്രീക്വൻസിയാണ്.
ആ ഫ്രീക്വൻസി മുഴുവൻ നമ്മൾ കുറച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് ലൈനറിക്ക് ആവശ്യമായിട്ടുള്ള ആ മിഡ് തൊട്ട് മേലോട്ടുള്ള നമ്മൾ അവസ്ഥ വരും. കാരണം നെറ്റ്വർക്ക് വെച്ചിരിക്കുന്നുണ്ട് മിഡ് സ്പീക്കറോ. അപ്പോൾ ആ മിഡ് ഫ്രീക്വൻസിയും ഹൈയും ചെന്ന് കഴിയുമ്പോൾ 3-way നെറ്റ്വർക്ക് വെച്ചിരിക്കുന്നുണ്ട് ആ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ഹൈ കുറവാണ്, നമുക്ക് ഈ ഓരോ ഈ ടെർമിൽ നമുക്ക് മേലോട്ടും താഴോട്ടും മാറ്റുന്ന ആ ഫ്രീക്വൻസി വ്യത്യാസം വരുത്തുകയും ചെയ്യും. അത് നമ്മൾ കേട്ട് കഴിയുമ്പോൾ സെറ്റ് ചെയ്ത് ഞങ്ങൾ വെച്ചിരിക്കുന്ന. ഇപ്പം ഇൻഡോർ ആണ് ഇടുന്നതെങ്കിൽ നമ്മൾ ചിലപ്പം ശകലം ഹൈ കുറയ്ക്കും, ഔട്ട്ഡോർ ആണ് ശകലം കയറ്റും. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തിൻ്റെ പരിധിക്ക് അനുസരിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ സുരേഷ് ചേട്ടനും ഒരു റാക്ക് സെറ്റ് ചെയ്യുമ്പം നമുക്ക് അത്യാവശ്യം വേണ്ടത് ഇപ്പോൾ സബ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ക്രോസ് ഓവർ, അത് DBXൻ്റെ ഉണ്ട്, ബെറിഞ്ചർ ഉണ്ട്, പിന്നെ എറോൺസിൻ്റെ ഇറക്കുന്നുണ്ട്, NX ഓഡിയോയുടെ ഉണ്ട്, അങ്ങനെ ഒരുപാട് കമ്പനിയുടെ ഉണ്ട്. ഞാനിത് DBX ഉപയോഗിച്ച് എനിക്കത് ഓക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പറയുന്നത് DBX എടുക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ്. പിന്നെ കൂടുതൽ ആംപ്ലിഫയർ ഉണ്ട് എങ്കിൽ സ്പ്ലിറ്ററും കൂടെ ഉണ്ടെങ്കിൽ ഗുണമാണ്. അതും ബെറിഞ്ചറിൻ്റെ ഉണ്ട്, പിന്നെ NX ഓഡിയോ ഉണ്ട്, എറോൺസിൻ്റെ അവർ ഇറക്കുന്നുണ്ട്. പക്ഷേ കോമൺ ആയിട്ട് നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലെ ഒരു 90% ആൾക്കാരും ബെറിഞ്ചറാണ് മേടിക്കുന്നത്. ഇപ്പം ഈ മോഡലല്ല വരുന്നത്, ഇവരുടെ ഇപ്പം ഈ ഗ്രീൻ കളറാണ് വരുന്നത്, പുതിയ അപ്ഡേറ്റ്. ഇപ്പം ഇതാണ് അങ്ങനെ കംപ്ലൈൻറ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്നതിന് നോബിൻ്റെ ചെറിയ കംപ്ലൈൻറ്റ് വരുന്നൊരു ഒത്തിരി സൗണ്ടുകാർ പറയുന്നുണ്ട്. അത് ഈ പൊടിയൊക്കെ കയറുന്നതുകൊണ്ടാണ്. അതുമാത്രം ഇപ്പോൾ എമർജൻസി ആയിട്ട് മേടിച്ചാൽ മതി. ക്രോസ് ഓവർ മസ്റ്റായിട്ട് മേടിക്കണം, കാരണം ക്രോസ് സൗണ്ടല്ലേ നമുക്ക് സബ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയാണ്. പിന്നെ ഇത് നമ്മൾ ഡിലേ ഇല്ലാത്ത കൺസോള് നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്ക് ഡിലേ ടാപ്പിംഗ് ഡിലേ എല്ലാം ഉണ്ട്. ലെക്സിക്കോണിൻ്റെ 200 ഉണ്ട്, 300 ഉണ്ട്, പിന്നെ അലീസസിൻ്റെ മിഡി വർബ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒരുപാട് ബ്രാൻഡ് ഇറക്കുന്നുണ്ട്. ഇപ്പം ബെറിഞ്ചറിൻ്റെ അവർ ഇറക്കുന്നുണ്ട്. നമ്മുടെ ഇരിക്കുന്നത് 200 ആണ്. അത് നമുക്ക് റിവർബും ഡിലേയും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഓരോ രീതിയിൽ നമുക്ക് ടാപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും വലിയ പ്രോഗ്രാമിനൊക്കെ. ഫ്യൂഷൻ പോലത്തെ കാര്യത്തിനും നമുക്ക് വിഷയമില്ല. അതാണിപ്പം. പിന്നെ ആ ഒരു രീതിയിൽ സാധനം ഇത്രയും വെക്കേണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഫ്ലൈ കേസ് അടുപ്പിച്ചിരിക്കുന്നത്. സാധാരണ 6U ഫ്ലൈ കേസാണ് എല്ലാവരും ചെയ്യുന്നത്. നമ്മൾ കുറച്ചും കൂടി സാധനങ്ങൾ നമുക്ക് വെക്കാൻ വേണ്ടി നമ്മുടെ രീതിക്ക് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുന്ന. ഇതിൻ്റെ ഓംസ് വരുന്നത് എൻലാബ്സിൻ്റെ QX3 എന്ന് പറയുന്ന മോഡലാണ്. ഇതിന് 4 ohmസിൽ 1400 വാട്ട്സും 8 ohmസിൽ ഒരു ചാനൽ 1000 വാട്ടുമാണ്. അത് പെർ ചാനലാണ് വരുന്നത്. 8 ohmസിൽ 1000 വെച്ചും അത് 8 ohmസിന് സ്പീക്കർ മാറ്റി നമ്മൾ 4 ohms കൊടുക്കുന്ന സമയത്ത് ആ 1000 എന്നുള്ളത് 1400 ആവും. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് 18 ഇഞ്ചിൻ്റെ 1300 വാട്ട് സ്പീക്കറും STSൻ്റെ JBLൻ്റെ ക്യാബിനുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. മറ്റേ ബാക്കി XLR കേബിളും കാര്യങ്ങളും ഇപ്പം തൽക്കാലത്തേക്ക് സുരേഷേട്ടനൊന്ന് അവിടെ നിന്ന് അറേഞ്ച് ചെയ്യുക. പിന്നെ നമുക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന അത്രയിലെ ആ സെയിം സാധനങ്ങൾ വേണമെങ്കിൽ അത് ഏത് വേണമെന്ന് നോട്ട് ചെയ്തിട്ട് ചെയ്യുന്ന സാംചേട്ടൻ എന്ന് പറഞ്ഞ പുള്ളിയെ കൊണ്ട് ചെയ്യിച്ച് കൊറിയറായിട്ട് ഞാൻ അയച്ചു തരാം. അപ്പം ഇത്രയും ചോദിച്ചിട്ട് എന്തെങ്കിലും സംശയവും കാര്യങ്ങളോ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുരേഷേട്ടൻ സാധാരണ വിളിക്കുന്ന പോലെ വിളിക്കുക, ചെയ്യുക. ഓക്കെ.